Hi team, welcome back. ഇന്ന് AWS ക്ലൗഡ് സർവീസ് ആയ VPCയുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലുള്ളത്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾ AWS VPCയുടെ കുറച്ച് ഫീച്ചേഴ്സ്, പിന്നെ എന്താണ് ഡീഫോൾട്ട് ആൻഡ് നോൺ ഡീഫോൾട്ട് VPC, പിന്നെ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് VPCs തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സർവീസസ്, അതെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് വന്നു, ആ പ്രോജക്റ്റിൻ്റെ റിസോഴ്സസിനെ വേറൊരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റായിട്ടുള്ള പെർട്ടിക്കുലർ റിസോഴ്സസിൽ കണക്ട് ചെയ്യണം. അതായത് ഒരു ആപ്ലിക്കേഷൻ വേറൊരു ആപ്ലിക്കേഷനെ കോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു യൂസ് കേസ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതേപോലത്തെ യൂസ് കേസ് ഇവിടെയും വരും. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഇതിൻ്റെ എല്ലാ റിസോഴ്സസും ഒരു VPCയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു VPCയിലുള്ള ഒരു റിസോഴ്സിന് വേറൊരു VPCയിലുള്ള റിസോഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിന് AWS തരുന്ന സർവീസിന് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് AWS VPCയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിലൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പിയറിംഗ് കണക്ഷൻ. ഈ പിയറിംഗ് കണക്ഷൻ എന്ന് പറയുന്നത് ആണ് നമുക്ക് രണ്ട് VPC തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു VPCയിൽ പല സബ്നെറ്റ്സ് ഉണ്ടെങ്കിൽ ഈ പല സബ്നെറ്റിലത്തെ റിസോഴ്സസ് അവർക്ക് പ്രൈവറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, ഒരു പുതിയൊരു പ്രോജക്റ്റ് വന്നു, ആ പ്രോജക്റ്റ് നമ്മൾ ജനറലി ക്രിയേറ്റ് ചെയ്യുക, പുതിയൊരു VPC ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ റിസോഴ്സസ് പ്രൊവിഷൻ ചെയ്യും. അങ്ങനെ ഒരു യൂസ് കേസിൽ നമുക്ക് ഈ ഒരു വൺ ആപ്ലിക്കേഷൻ ഫ്രം വൺ പ്രോജക്റ്റിന് ഒരു ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനെ ഇൻ ഡിഫറെൻറ്റ് പ്രോജക്റ്റിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഒരു VPCയിലുള്ള ഒരു റിസോഴ്സിനെ അടുത്ത VPCയിലുള്ള വേറൊരു റിസോഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു യൂസ് കേസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് പിയറിംഗ് കണക്ഷൻ. നമുക്കൊരു പിയറിംഗ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അത് ഒരു VPCന്ന് അതൊരു റിക്വസ്റ്ററായിട്ട് ഒരു റിക്വസ്റ്റ് റേസ് ചെയ്യുക ഈ പിയറിംഗ് കണക്ഷനിലൂടെ. അത് അടുത്ത VPC ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു കണക്ഷൻ പിയറിംഗ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു VPCയിലത്തെ എല്ലാ റിസോഴ്സസും പ്രൈവറ്റ്ലി അടുത്ത VPC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു ഇന്റേണൽ ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫീച്ചറായിട്ട് പറയുന്നത് ഗേറ്റ് വേസ് ആൻഡ് എൻഡ് പോയിന്റ്സ്. അതിൽ ഇതും അതുപോലെ തന്നെ ഒരു VPCന്ന് പല നെറ്റ്വർക്കിലേക്ക് നമുക്കൊരു കണക്ഷൻ വേണമെങ്കിൽ, നമ്മൾ ഒരു എക്സാമ്പിൾ ഇതിന് മുമ്പ് സംസാരിച്ചാണ് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ. അതേപോലെ ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ എന്തിനായിരുന്നു യൂസ് ചെയ്യേണ്ടായിരുന്നത്, നമുക്ക് ഒരു VPCയിലുള്ള ഒരു റിസോഴ്സിന് ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യാം, റൗട്ട് ടേബിളിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസോഴ്സ് ഉള്ള ആ റൗട്ട് ടേബിളിൽ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കാം. അതേപോലെ വേറെ ഒന്നാണ് VPC എൻഡ് പോയിന്റ്സ്. അതായത് ഒരു എൻഡ് പോയിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റർനെറ്റിലൂടെ പോകുന്നതിന് പകരം നമുക്ക് ഒരു പ്രൈവറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ് VPC എൻഡ് പോയിന്റ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം നമുക്കൊരു EC2 ഇൻസ്റ്റൻസ് ആണ് നമ്മുടെ കമ്പ്യൂട്ട് സർവീസ് എന്ന് വിചാരിക്കാം. EC2 ഇൻസ്റ്റൻസിന് നമ്മുടെ സ്റ്റോറേജ് ആയിട്ടുള്ള S3 ബക്കറ്റ് എന്ന് പറയുന്ന AWS പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറേജ് സർവീസ്, അത് VPCയുടെ ഉള്ളിലല്ല കിടക്കുക, അത് പുറത്താണ് കിടക്കുക. ഈ S3 ബക്കറ്റിനെ ആക്സസ് ചെയ്യണം. ഒരു ജനറൽ ആക്സസ് വരികയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ EC2ന്ന് അതിന് ഇൻ്റർനെറ്റ് ആക്സസിന് ഇൻ്റർനെറ്റ് വഴി പോയി S3നെ ആക്സസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ രണ്ടും AWS സർവീസസ് ആണ് യൂസ് ചെയ്യണത്. ഈ രണ്ടും പ്രൈവറ്റ്ലി കണക്ട് ചെയ്യണം. അങ്ങനെ ഒരു പ്രൈവറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു VPC എൻഡ് പോയിന്റ് സർവീസ്, അതായത് ഒരു S3 എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം ഈ VPCയുടെ ഉള്ളിൽ. ഈ S3 എൻഡ് പോയിന്റ് നമ്മൾ റൗട്ട് ടേബിളിൽ കൊടുക്കുകയാണെങ്കിൽ, ഈ EC2 ഇരിക്കുന്ന സബ്നെറ്റിലത്തെ റൗട്ട് ടേബിളിൽ കൊടുക്കുകയാണെങ്കിൽ ഈ EC2 ഇൻസ്റ്റൻസിനെ ഈ VPC എൻഡ് പോയിന്റ് വഴി നമ്മളെ S3നെ പ്രൈവറ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് VPC എൻഡ് പോയിന്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്യേണ്ട. അതേപോലെ വേറൊരു സർവീസാണ് NAT, നമ്മളതിനെക്കുറിച്ച് ഫർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും യൂസ് ചെയ്യാണ്ട് ഇൻ്റർനെറ്റിലൂടെ പോവാണ്ട് നമുക്ക് പ്രൈവറ്റ്ലി നമുക്ക് ആക്സസ് ചെയ്യാം. അതാണ് ഒരു VPC എൻഡ് പോയിന്റ് എന്ന് പറയുന്ന സർവീസ്. അടുത്ത ഒന്നാണ് ട്രാൻസിറ്റ് ഗേറ്റ് വേസ്. ഈ ട്രാൻസിറ്റ് ഗേറ്റ് വേസ് എന്താ പറയുന്നത്, ഇറ്റ് ആക്ട് ആസ് എ സെൻട്രൽ ഹബ്.
ഇപ്പോൾ നമുക്ക് പറഞ്ഞു ഒരു രണ്ട് വി പി സി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പിയറിംഗ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വി പി സിസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി ഒരു യൂസ് കേസിൽ നമുക്ക് പല വി പി സിസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, രണ്ടെണ്ണം അല്ല പല വി പി സി. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വി പി സി പിയറിംഗ് കണക്ഷൻ വരുമ്പോൾ അവിടെ ഒരു ക്രൈറ്റീരിയ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് വി പി സിസും സെയിം ഐ പി റേഞ്ച് ആവരുത്. ഐ പി നമ്മൾ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വി പി സി പിയറിംഗ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വി പി സി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് ഐ പി സി യൂസ് ചെയ്തിട്ട് വേണം ഈ ടു വി പി സിസ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി ബാക്ക് ടു അവർ ട്രാൻസിറ്റ് ഗേറ്റ്വേ. ട്രാൻസിറ്റ് ഗേറ്റ്വേയിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ പിയറിംഗ് കണക്ഷനിൽ രണ്ട് വി പി സി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ ട്രാൻസിറ്റ് ഗേറ്റ്വേയിൽ ആകുമ്പോൾ നമുക്ക് ഒരുപാട് രണ്ടിൽ കൂടുതൽ വി പി സി കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഓൺ പ്രിമൈസ്ന്ന് നമുക്ക് ക്ലൗഡിലേക്ക് ഒരു ഓൾറെഡി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ കണക്ഷന് ഒരു സർവീസ് AWS തരുന്ന ഒരു സർവീസാണ് AWS ഡയറക്റ്റ് കണക്ട്. അതൊരു ടണൽ ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. സെക്യൂർ ആയിട്ട് നമുക്ക് ഓൺ പ്രിമൈസ്ന്ന് ക്ലൗഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവീസാണ് AWS ഡയറക്റ്റ് കണക്ട്. ഇപ്പോൾ ഒരു യൂസ് കേസ് പറയാണ്, AWS ഡയറക്റ്റ് കണക്ട് ഓൾറെഡി ഉണ്ട്, നമ്മളൊരു VPN കണക്ഷനും ഉണ്ട്, നമുക്ക് പല വി പി സിസ് ഉണ്ട്, ഇതിപ്പോൾ എല്ലാം കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയെല്ലാം ഒരു യൂസ് കേസ് വരികയാണെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യാം. ഈ ട്രാൻസിറ്റ് ഗേറ്റ്വേയിൽ നമുക്ക് മൾട്ടിപ്പിൾ വി പി സിസ് കണക്ട് ചെയ്യാം, അതുകൂടെ VPN കണക്ട് ചെയ്യാം, ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടു റൗട്ട് ട്രാഫിക് ബിറ്റ്വീൻ ഓൾ ദീസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് ട്രാൻസിറ്റ് ഗേറ്റ്വേ. അടുത്തൊരു ഫീച്ചറായി പറയുകയാണെന്ന് വെച്ചാൽ വി പി സി ഫ്ലോ ലോഗ്സ്. വി പി സി ഫ്ലോ ലോഗ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വി പി സിയുടെ ഉള്ളിലുള്ള എല്ലാ റിസോഴ്സസിൻ്റെയും അതിന് ഒരു ഐ പി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ആ ഐ പിയുടെ ഇതാണ് പറയുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ആ ഒരു പെർട്ടിക്കുലർ റിസോഴ്സിലേക്ക് വരണ എല്ലാ ട്രാഫിക് ഇൻ ആൻഡ് ഔട്ട്, അതായത് അതിനെ വന്ന് ഹിറ്റ് ചെയ്യണ എല്ലാ ട്രാഫിക്കിൻ്റെയും അതിന്ന് പോകുന്ന എല്ലാ ട്രാഫിക്കിൻ്റെയും ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യണ ഒരു ലോഗാണ് ഈ വി പി സി ഫ്ലോ ലോഗ് എന്ന് പറയുന്നത്. നമ്മളൊരു വി പി സി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വി പി സി ഫ്ലോ ലോഗ് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഗ്സ് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. അതാണ് വി പി സി ഫ്ലോ ലോഗ്. ഇനി അടുത്തത് ഡിഫോൾട്ട് ആൻഡ് നോൺ ഡിഫോൾട്ട് വി പി സി. എന്താണ് ഡിഫോൾട്ട് ആൻഡ് നോൺ ഡിഫോൾട്ട് വി പി സി എന്ന് പറയുന്നത്? ഇത് 2013 ഡിസംബറിന് ശേഷം നമ്മൾ ഏതൊരു അക്കൗണ്ട് AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരിതാണ്. എല്ലാ റീജിയണിലും ഒരു വി പി സി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ ആ വി പി സിയുടെ ഉള്ളിൽ എല്ലാ അവൈലബിലിറ്റി സോണിലും ഓരോ സബ്നെറ്റ്സ് ഉണ്ടാവും. അതുപോലെ ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഉണ്ടാവും. ഇതെല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വി പി സി കാണും. അതിനെ വിളിക്കുന്നതാണ് ഡിഫോൾട്ട് വി പി സി. അത് ഈ ഡിഫോൾട്ട് വി പി സി നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഒരു ന്യൂ കമർ എന്നതിൽ നമുക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ്. നമുക്കൊരു ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു 12 monthsന് ഫ്രീ ടയർ ആയിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്ത് അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് നമുക്ക് കാണാം ഡിഫോൾട്ട് വി പി സിസ് എല്ലാ റീജിയനിലും ഓൾറെഡി ക്രിയേറ്റഡ് ആയിരിക്കും. ആ വി പി സിസ് നമുക്ക് ഒരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യണമെങ്കിലോ, അപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസ് നമ്മൾ ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ സബ്നെറ്റ് ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ട് വി പി സിയിൽ ഒരു സബ്നെറ്റ് എടുത്തിട്ട് മെയിൻ സബ്നെറ്റ് എടുത്തിട്ട് അത് പ്രൊവിഷൻ ചെയ്യും. ഇതല്ലാണ്ട് നമുക്കും വേറെ ഇപ്പോൾ ജനറൽ യൂസ് കേസ് ഇനി ഓർഗനൈസേഷനിലെല്ലാം നമ്മൾ ഈ ഡിഫോൾട്ട് വി പി സി യൂസ് ചെയ്യില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി കൺസേൺസ് വരും. അതുകൊണ്ട് ഓർഗനൈസേഷനിൽ നമ്മളൊരു പ്രൊഡക്ഷൻ അക്കൗണ്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ഈ ഡിഫോൾട്ട് വി പി സി ഡിലീറ്റ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യണത്. അതെന്താ വെച്ചാൽ ഈ ഡിഫോൾട്ട് വി പി സി എന്ന് പറയുന്നത് നമുക്കൊരു ലേണിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ നമുക്കൊരു ടെമ്പററി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു നമുക്ക് ഓട്ടോമാറ്റിക്, അപ്പോൾ നമ്മൾ ബിഫോർ ഹാൻഡ് ഒരു വി പി സി ക്രിയേറ്റ് ചെയ്ത് ബാക്കി എല്ലാ സ്റ്റെപ്സും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് AWS മാനേജ് സർവീസസ് ആയ ലോഡ് ബാലൻസർ, RDS ഇതെല്ലാം നമ്മൾ പ്രൊവിഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു അക്കൗണ്ട് റീജിയനിൽ ആ ഒരു അക്കൗണ്ടിൽ ഡിഫോൾട്ട് വി പി സി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കത് പ്രൊവിഷൻ ചെയ്യാം. അത് അതിലത്തെ മെയിൻ ഡിഫോൾട്ട് വി പി സി എടുത്ത് അതിലത്തെ എല്ലാ സർവീസ് സബ്നെറ്റ്സും റൗട്ട് ടേബിളെല്ലാം അതിലത്തെ മെയിൻ റൗട്ട് ടേബിളെല്ലാം എടുത്ത് അതിൽ നമുക്ക് അത്
യൂസ് ചെയ്യാൻ തുടങ്ങാം. പക്ഷേ നമുക്ക് ഒരു ജനറൽ പ്രൊഡക്ഷൻ കേസൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്താ പ്രിഫർ ചെയ്യുക വെച്ചാൽ നമ്മൾ ഒരു നോൺ ഡിഫോൾട്ട് വി പി സി, അതായത് നമ്മളായിട്ടൊരു പുതിയൊരു IP റേഞ്ച് എടുത്ത് നമ്മളൊരു VPC ക്രിയേറ്റ് ചെയ്യും. അതിൽ സബ്നെറ്റ്സ് നമുക്ക് റിക്വയർഡ് ആയ സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ കോൺഫിഗർ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റിസോഴ്സസ് പ്രൊവിഷൻ ചെയ്യുക. അതാണ് നമ്മൾ ജനറലി ഒരു ഓർഗനൈസേഷനിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ് എന്നുള്ളതാണ്, ഡിഫോൾട്ട് ആൻഡ് നോൺ ഡിഫോൾട്ട്. ഒരു ന്യൂ കമേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങളൊരു ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് എല്ലാ സർവീസസും എന്തൊക്കെയാണോ ഫ്രീ ടയറിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് AWS ഡോക്യുമെൻറ്റ്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഒരു ഹാൻഡ്സ് ഓൺ കിട്ടാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസോഴ്സസിൻ്റെ ഫീച്ചേഴ്സ് അറിയാനും റിസോഴ്സസ് എങ്ങനെയാണ് വർക്കിങ്ങും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെല്ലാം ഒരു നല്ലൊരു ഹാൻഡ്സ് ഓൺ കിട്ടും, നല്ലൊരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഗോയിങ് ഫോർവേഡ്. നമ്മൾ ആ സർവീസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അത് ഒരു യൂസ് കേസിൽ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നമ്മുടെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് VPC ആൻഡ് കണക്ട് VPCs ആൻഡ് നെറ്റ്വർക്ക്സ്. ഇപ്പോൾ പറഞ്ഞു നമ്മൾ VPC പിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. VPC peering എന്താണ്? Between two VPC, we create a VPC peering connection between two VPC that enable you to route traffic between them privately. നമുക്ക് ഒരു VPCയുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു പല സബ്നെറ്റ്സിലത്തെ പല റിസോഴ്സസിനും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന്. അതേ അതായിരിക്കും നമ്മളൊരു VPC പിയറിംഗ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് പിയറിംഗ് കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ആരാണ് റിക്വസ്റ്റർ ആരാണ് അക്സെപ്റ്റർ എന്ന് പറയും. ആ ഒരു പെർട്ടിക്കുലർ രണ്ട് VPC തമ്മിൽ നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ എല്ലാ സബ്നെറ്റ്സും എല്ലാ റിസോഴ്സസും നമുക്ക് പ്രൈവറ്റ്ലി പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഒരൊറ്റ VPC എന്നുള്ള കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. Instances in either VPC can communicate with each other as if they are within the same network. ഒരു സെയിം നെറ്റ്വർക്കിൽ എങ്ങനെയാണോ ഇൻസ്റ്റൻസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതേപോലെ ഈ രണ്ട് VPCയിലത്തെയും റിസോഴ്സസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, can also create a transit gateway and use it to interconnect your VPC and on-premise network. ഇതും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ട്രാൻസിറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് പല VPCs തമ്മിൽ കണക്ട് ചെയ്ത് അത് ഓൺ പ്രൊമൈസിനെ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിലും എല്ലാം നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് ട്രാൻസിറ്റ് ഗേറ്റ് വേ. അതിൻ്റെ അപ്പോൾ കുറച്ച് ട്രാൻസിറ്റ് ഗേറ്റ് വേണ്ടിയും പിന്നെ റൗട്ട് ടേബിൾ എല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് അതിലത്തെ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഏത് VPCനെയായിട്ട് കണക്ട് ചെയ്യണം, അതുപോലെ ഏതൊക്കെ VPC ഓൺ പ്രൊമൈസ് ആയിട്ട് കണക്ട് ചെയ്യണം, ഇതെല്ലാം ഈ ട്രാൻസിറ്റ് ഗേറ്റ് വേ റൗട്ട് ടേബിളിൻ്റെ കോൺഫിഗറേഷനിലാണ് പിന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അങ്ങനെയാണ് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഈ ട്രാൻസിറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞ സർവീസ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫർദർ റൗട്ട് ടേബിൾ എല്ലാം കോൺഫിഗർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ ആക്സസ് എ കോർപ്പറേറ്റ് ഓർ നോൺ ഹോം നെറ്റ്വർക്ക്. ഇപ്പോൾ നമുക്ക് ഓൺ പ്രൊമൈസിലത്തെ ഒരു കണക്ഷൻ, അതായത് ഹോം നെറ്റ്വർക്ക്, ഇതിനെല്ലാമായിട്ടും പല സർവീസസ് ഉണ്ട്. അതിൽ ഒന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺ പ്രൊമൈസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് കണക്ഷൻ പോലെ ഒരു സെക്യൂർ ആയിട്ടൊരു ടണൽ കണക്ട് ചെയ്ത പോലെയാണ് ഒരു ഡയറക്റ്റ് കണക്ട് എന്ന് പറഞ്ഞ സർവീസ് AWS പ്രൊവൈഡ് ചെയ്യണതാണ്. ഈ ഡയറക്റ്റ് കണക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂർ കണക്ഷൻ ഫ്രം ഓൺ പ്രൊമൈസ് ടു ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ വേറെ ഓപ്ഷനാണ് VPN കണക്ഷൻ. VPN കണക്ഷൻ ഇപ്പോൾ നമ്മൾ ഒരു ഹോം നെറ്റ്വർക്കിൽ നിന്ന് കണക്ട് ചെയ്യുകയാണ്, നമുക്ക് VPNക്ക് കണക്ട് ചെയ്ത് ആ പെർട്ടിക്കുലർ VPN നമ്മൾ ക്ലൗഡിൽ അലൗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. VPN കണക്ഷനിലൂടെ നമ്മുടെ ക്ലൗഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത VPC പിയറിംഗ് കണക്ഷനും ട്രാൻസിറ്റ് ഗേറ്റ് വേയുടെ എല്ലാം ഒരു പിക്ചർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തെന്നുള്ളൂ. അത് കൂടുതൽ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ആക്സസ് ദ ഇൻ്റർനെറ്റ്, ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച അതേ കാര്യമാണ്, ഇൻ്റർനെറ്റ് ഗേറ്റ് വേയുടെ കാര്യം. അതേപോലെ വേറൊരു പുതിയ സർവീസാണ് NAT ഗേറ്റ് വേ. NAT ഗേറ്റ് വേ അല്ലെങ്കിൽ NAT
നാറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ഡിവൈസ്. നാറ്റ് ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഗേറ്റ്വേനെ കുറിച്ച് പറഞ്ഞത് ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ്വേ നമ്മുടെ റൗട്ടറിൽ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ആ സബ്നെറ്റിനെ കോൾ ചെയ്യും പബ്ലിക് സബ്നെറ്റ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യും. ആ പബ്ലിക് സബ്നെറ്റിൽ എന്തൊക്കെയാണോ റിസോഴ്സ് ഉള്ളത് അതിന് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടായിരിക്കും. അതായത് ഏത് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ഒരു ട്രാഫിക് ഒരു സെർവർ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ പബ്ലിക് സബ്നെറ്റിലത്തെ, നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ട്രാഫിക്കിനെ ഈ സെർവറിനെ ആക്സസ് ചെയ്യാൻ പറ്റും അതൊരു പബ്ലിക് സബ്നെറ്റിലാണെങ്കിൽ. ഇനി ഒരു യൂസ് കേസ് വരികയാണ്, നമുക്ക് അങ്ങനെ ഒരു പബ്ലിക് ആക്സസ് ഇല്ലാത്ത, അതായത് ഒരു പ്രൈവറ്റ് സബ്നെറ്റിൽ പ്രൊവിഷൻ ചെയ്തിട്ടുള്ള ഒരു റിസോഴ്സിന് ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ആവശ്യമുണ്ട്. ആ ടൈമിൽ നമ്മൾ ഇങ്ങനെ ആക്സസ് കൊടുക്കും. നമുക്കാണെങ്കിൽ ഈ പെർട്ടിക്കുലർ റിസോഴ്സിന് ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു ആക്സസ്, അതായത് ഔട്ട്സൈഡ് ഒരു യൂസർ ഒന്നും ഈ സെർവറിനെ ആക്സസ് ചെയ്യില്ല, അങ്ങനെ ഒരു യൂസ് കേസ് ഇല്ല. പകരം ഈ ഒരു പെർട്ടിക്കുലർ സെർവറിനെ ഒരു പെർട്ടിക്കുലർ സൈറ്റ്, ഇൻ്റർനെറ്റിലുള്ള ഒരു സൈറ്റ് ആക്സസ് ചെയ്യണം. അതായത് ഈ സെർവറാണ് റിക്വസ്റ്റ് റേസ് ചെയ്യണത്. അങ്ങനെ ഒരു യൂസ് കേസ് മാത്രമായിട്ടുള്ള ഒരു കേസ് വരികയാണ്. അപ്പോൾ നമുക്ക് മോർ സെക്യൂരിറ്റിക്ക് ഇത് പബ്ലിക്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൺസേൺ ആണ്. അതായത് ഈ പെർട്ടിക്കുലർ ഇപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണ ഒരു സെർവറാണ്, ആ സെർവറിനെ നമുക്ക് പബ്ലിക് ആക്കണ്ട, അപ്പോൾ പബ്ലിക് സബ്നെറ്റിൽ പ്രൊവിഷൻ ചെയ്യേണ്ട, പകരം അത് പ്രൈവറ്റിലാണ് കിടക്കുന്നത്. ആ പ്രൈവറ്റിലേക്ക് ഉള്ള റിസോഴ്സിന് നമ്മളൊരു ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു നാറ്റ് ഡിവൈസ്, ഒരു നാറ്റ് ഗേറ്റ്വേ നമ്മൾ പബ്ലിക് സബ്നെറ്റിൽ പ്രൊവിഷൻ ചെയ്തിട്ട് ആ നാറ്റ് ഗേറ്റ്വേയിലേക്ക് നമ്മൾ പ്രൈവറ്റ് സെർവറിൻ്റെ കണക്ഷൻ കൊടുക്കും. അവിടുന്ന് അത് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇതിലെല്ലാം നമുക്കൊരു പബ്ലിക് ഐ പി ഉണ്ട്. ഈ നാറ്റ് ഗേറ്റ്വേക്ക് ഒരു പബ്ലിക് ഐ പി, അതിനിവിടെ പറയുന്നതാണ് ഇലാസ്റ്റിക് ഐ പി അഡ്രസ്. ഈ ഇലാസ്റ്റിക് ഐ പി അഡ്രസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള നാറ്റ് ഗേറ്റ്വേ അവിടെ ഒരു നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ നടത്തുകയാണ്. നമ്മുടെ സെർവറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ഔട്ട്സൈഡ് ഇൻ്റർനെറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സെർവർ പോയി നാറ്റ് ഗേറ്റ്വേനെ ഹിറ്റ് ചെയ്യും. അവിടെ നിന്ന് അത് ഔട്ട്സൈഡ് ഇൻ്റർനെറ്റ് ആക്സസിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെർവറിൻ്റെ ഐ പി പുറത്ത് കാണില്ല, പകരം ഈ നാറ്റ് ഗേറ്റ്വേ ഏതിലേക്കാണോ എവിടെ നിന്നാണോ റിക്വസ്റ്റ് പോകുന്നത് ആ നാറ്റ് ഗേറ്റ്വേയുടെ പബ്ലിക് ഐ പി മാത്രമേ പുറത്ത് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് സെർവറിൻ്റെ ഐ പി പുറത്ത് ഡിസ്പ്ലേ ആവില്ല. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യണതാണ് നാറ്റ് ഗേറ്റ്വേ ഡിവൈസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത നാറ്റ് ഡിവൈസിൻ്റെ ഒരു വർക്കിംഗ് പറയുകയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ AWSൽ നമ്മളൊരു VPC ആദ്യം ക്രിയേറ്റ് ചെയ്തു, അതിൽ ഒരു IP റേഞ്ച് യൂസ് ചെയ്ത് VPC ക്രിയേറ്റ് ചെയ്തു, അതിൽ സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്തു, സബ്നെറ്റ്സിന് റൗട്ട് ടേബിൾ അറ്റാച്ച് ചെയ്തു, അതിൽ ഏത് റൗട്ടിലാണോ IGW നമ്മുടെ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത് പബ്ലിക് സബ്നെറ്റും അല്ലാത്തത് പ്രൈവറ്റ് സബ്നെറ്റായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതാണ്. ഇതിലിപ്പോൾ ഒരു ഇപ്പോൾ പറഞ്ഞ യൂസ് കേസായ EC2 ഇൻസ്റ്റൻസ് പ്രൈവറ്റ് സബ്നെറ്റിൽ പ്രൊവിഷൻ ചെയ്തിട്ടുള്ള ഒരു EC2 ഇൻസ്റ്റൻസിന് ഇൻ്റർനെറ്റ് ആക്സസ് റിക്വയർഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റിൽ നമുക്ക് ആ EC2 ഇൻസ്റ്റൻസിനെ പബ്ലിക് സബ്നെറ്റിൽ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു സെക്യൂരിറ്റി കൺസേൺ ആവും. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ഈ നാറ്റ് ഡിവൈസിന്, അതായത് നാറ്റ് ഗേറ്റ്വേ അല്ലെങ്കിൽ നാറ്റ് തന്നെ രണ്ട് ടൈപ്പിൽ AWSൽ പറയാം. നാറ്റ് ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്കൊരു ഇൻസ്റ്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നാറ്റ് ഫീച്ചറുള്ള ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പബ്ലിക് സബ്നെറ്റിൽ പ്രൊവിഷൻ ചെയ്ത് അതിനെ ആക്സസ് ചെയ്യാം. അതിനെക്കാട്ടിയും ഫീച്ചേഴ്സ് കൂടുതലുള്ളതാണ് നാറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന സർവീസിൽ നമ്മളൊരു നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്ത് അതും പബ്ലിക് സബ്നെറ്റിൽ പ്രൊവിഷൻ ചെയ്ത് നമ്മൾ ആ നാറ്റ് ഡിവൈസിനെ പബ്ലിക് സബ്നെറ്റിൽ ഇടുക. എന്നിട്ട് ഈ EC2 ഇൻസ്റ്റൻസിൻ്റെ ആക്സസ് ഈ നാറ്റിലൂടെ ഇൻ്റർനെറ്റിൽ കൊടുക്കുക. അപ്പോൾ EC2 ഇൻസ്റ്റൻസിന് നമ്മുടെ വിർച്വൽ മെഷീനിന് ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ആവശ്യമുണ്ട്. ഒരു ഇൻ്റർനെറ്റ് പെർട്ടിക്കുലർ വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഈ നാറ്റ് ഗേറ്റ്വേ വഴി പോയി അതിന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താ പ്രത്യേകത വെച്ചാൽ ഈ EC2 ഇൻസ്റ്റൻസിൻ്റെ IP ഡീറ്റെയിൽസോ ഒന്നും പുറത്ത് എക്സ്പോസ് ആവില്ല. പകരം നാറ്റ് ഗേറ്റ്വേയിൽ ഏത് IP ആണോ, ഏത് പബ്ലിക് IP ആണോ, പബ്ലിക് IPനെ ഇവിടെ കോൾ ചെയ്യണതാണ് ഇലാസ്റ്റിക് IP. ആ ഇലാസ്റ്റിക് IP ആയിരിക്കും പുറത്ത് ഡിസ്പ്ലേ ആവും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. See you. Bye.